കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. എല്ലാവരും മുണ്ടുമുറുക്കി ഉടുക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. വാഹനം, ടെലഫോൺ, വൈദ്യുതി എന്നിവയുടെ ഉപയോഗത്തിലും കർശന നിയന്ത്രണം വേണം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാഹന ഉപയോഗവും കുറയ്ക്കണമെന്നാണ് ഉത്തരവ്. എന്നാൽ ഇതൊന്നും ഉത്തരവിടുന്ന മന്ത്രിമാർക്ക് ബാധകമല്ല. ഒരു മന്ത്രിക്ക് 6 ഡ്രൈവർമാർ എന്തിനാണെന്ന് ചോദിക്കരുത്. ആരോഗ്യമന്ത്രി VS ശിവകുമാറിനുള്ളത് 6 ഡ്രൈവർമാർ. 21 സ്റ്റാഫുള്ള മന്ത്രി ഡ്രൈവർമാർക്ക് മാത്രം കൊടുക്കുന്ന ശമ്പളം 1,37,225 രൂപ. ഒരുപാട് സാരഥികളുള്ള മന്ത്രിമാർ ഇനിയുമുണ്ട്. മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ സാരഥികൾ 5 പേരാണ്. ഇവർക്ക് മാത്രം സർക്കാർ ചെലവ് ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ. ടൂറിസം മന്ത്രി AP അനിൽകുമാറിന്റെ സുഖയാത്രയ്ക്കുള്ള ഡ്രൈവർമാർ 4. മന്ത്രിയുടെ ആകെ സ്റ്റാഫ് 19 പേർ. ഡ്രൈവർമാരുടെ മാത്ര ശമ്പളം 77,139 രൂപ. മന്ത്രിമാരായ കുഞ്ഞാലിക്കുട്ടിക്കും മുനീറിനും KP മോഹനനും ജയലക്ഷ്മിക്കുമുണ്ട് 3 വീതം ഡ്രൈവർമാർ. ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ അറ്റൻഡർമാരുടെ എണ്ണം 6. ഇവർക്കുള്ള ശമ്പളം 87,702 രൂപ. ഓരോ മന്ത്രിമാർക്കും 15 മുതൽ 25 വരെ സ്റ്റാഫുകളുമുണ്ട്. 10ാം തരം പാസ്സാകാത്തവർ വരെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെത്തി ഉയർന്ന ശമ്പളം കൈപ്പറ്റും.